ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. കൊറോണയ്ക്ക് ശേഷം ചൈനയിലെ ആശുപത്രികളെല്ലാം ഇത്തരത്തിലുള്ള ന്യൂമോണിയ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV പോലെ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനും ഈ ശൈത്യകാലത്ത് നമുക്ക് അറിയാൻ മേലാത്ത സോഴ്സസിൽ നിന്ന് ന്യൂമോണിയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂമോണിയയ്ക്ക് പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകാതെ വരുമ്പോഴാണ് ഈ വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റിയെ പറ്റി, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗൽ ന്യൂമോണൈറ്റിസ്, മറ്റ് പ്രൊട്ടോസോവൽ ഇൻഫെക്ഷൻ തുടങ്ങിയവയെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂമോണിയയും ബാക്ടീരിയ കൊണ്ടായിരിക്കത്തില്ല, അത് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതുകൊണ്ട് മാറണമെന്നുമില്ല. കഴിയുന്നിടത്തോളം നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാതിരിക്കാൻ വാക്സിനേഷൻസ് നേരത്തെ എടുത്തു വയ്ക്കുക. പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ ന്യൂമോകോക്കൽ വാക്സിനേഷൻ വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും നിർബന്ധമായിട്ടും അത് വിദേശ രാജ്യങ്ങളിൽ കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, എന്തെങ്കിലും ജലദോഷമോ പനിയുള്ളവോ പ്രത്യേകമായിട്ടും പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക. ഓരോ തവണയും നമ്മൾ കൈ കഴുകുമ്പോൾ സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. മാലിന്യങ്ങൾ പുറത്തേക്ക് അധികം തള്ളാതിരിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുക. അതുപോലെ എയർ പൊല്യൂഷൻ കൂടുതലായിട്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഡീസൽ എൻജിൻസ് പോലും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇലക്ട്രിക്കിലേക്ക് മാറാൻ നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്യുക. എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുക.